എന്റെ അമ്മേ. ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു? അല്ല, സാറിന്റെ കഥയിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ സാറേ, നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ആ കഥ നമ്മുടെയും കൂടിയാണെന്നുള്ള തോന്നൽ വരുമ്പോഴല്ലയോ? ഇപ്പൊ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പുഴയുണ്ട്, തോനക്കാട് പുഴ. അതിനകത്ത് ഞങ്ങൾ കുളിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ തോന്നുക അത് ഞങ്ങളുടെ തന്നെ പുഴയാണ്. പക്ഷെ അത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാൽ തോന്നൽ വരികയില്ലെന്നേ, അകന്ന് നിൽക്കും. എന്ന് പറഞ്ഞ പോലെ സാറിന്റെ കഥാനായകനെയൊക്കെ കാര്യം അകന്ന് നിൽക്കുക. എങ്ങനെ അകന്ന് നിൽക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നു, അതിലെന്താണ്? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ജീവിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴല്ലേ സാറേ കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം, ആവേശമൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ സാറിന്റെ നായികയ്ക്ക് അവക്ക് നിരാശയാന്നേ. അവൾക്ക് ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലേ? അവൾക്കും മരണം മാത്രമേ മുന്നിലുള്ളൂ. സാറിനോടൊക്കെ എന്നാ പറയണ്ടേ സാറേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറെ തുമ്പികളുണ്ട്. 4-5 ദിവസം മാത്രം ജീവിക്കുന്ന തുമ്പികൾ. സാറ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ തുമ്പിയെ പിടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പമ്മി പോകും. ഞങ്ങളുടെ കൈ ഇങ്ങനെ അടുത്തെത്തുമ്പോഴത്തേക്കും അത് പറഞ്ഞു. എന്നാ കാര്യം? അതിനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഉള്ളിലേ. അതാ മനപ്രയാസം വന്നിട്ട് ഓരോരുത്തർ ചാകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലോകം ഇല്ലാണ്ടാവുമല്ലോ. സാറേ, പ്രശ്നങ്ങൾ വന്നിട്ട് നിരാശപ്പെടാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ എനിക്കറിയാം. അപ്പുറത്ത് വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അയ്യോ, ഹലോ, ഇപ്പൊ പറഞ്ഞിട്ട് 100 ആയിസാ. ഇതാ ഞാൻ പറഞ്ഞിരുന്ന വൈശാഖ സാർ, ഡയറക്ടർ. ആ ഇവിടുത്തെ സാറിന്റെ മോളാ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സിനെ പോലെ. എനിക്കറിയാം, ഇവരെ തന്നെ കാണാൻ വന്നിരുന്നു. തനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അച്ചായ കൈവിട്ടാലും നമുക്കൊരു പ്രൊഡ്യൂസർ ആയില്ലേ? ഡയറക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. അറിയാം. സാറിന്റെ മോൾ എന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക. എന്തിനു പഠിക്കുന്നു? MSc. ആ കുട്ടി ഒന്ന് പറയട്ടെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അവൾക്ക് വലിയ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ പേടിയാ. അച്ഛൻ ബിസിനസ് ചെയ്യാ. അച്ഛൻ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ ഏറ്റവും നല്ല ബിസിനസ് സിനിമ ബിസിനസ് ആണ്. പക്ഷേ നല്ല ഡയറക്ടേഴ്സ് ഇല്ലല്ലോ. പ്രിയ, ശരി. താൻ കാല് പിടിച്ചോണ്ട ഞാൻ ഈ കഥയായിട്ട് ഇങ്ങോട്ട് വന്ന്. അവളുടെ ചിരിയും കളിയൊന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല. വേഷവും വർത്താനമൊന്നും ജോലിക്കാരുടെ ഒരു നിലയ്ക്കുമല്ല. പക്ഷേ മറ്റേ കുട്ടി, എന്താ എന്റെ പേര്? രേവതിയോ? നല്ല പേര്. അതിന്റെ വിനയം കണ്ടു, ആ എളിമ കണ്ടു. മീരയും പാവാ. ഞാനും മീരയൊക്കെ ഏതാണ്ട് ഒരു സ്വഭാവമാ. ഒരുപാടങ്ങ് സംസാരിക്കുന്നേ. പിന്നെ സാർ ആ രേവതിയുടെ സിനിമാക്കാരിയൊന്നും പറയണ്ടായിരുന്നു. അതൊക്കെ മോശമല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലയോ, പ്രൊഡ്യൂസർ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാന്നേ. ആദ്യം ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറിലെ അച്ചായൻ, അയാളോട് ഈ കഥയൊന്ന് പറഞ്ഞ് അയാളെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതൊക്കെ ആക്കാം. പക്ഷേ സാറിന്റെ കഥയിൽ ഞാൻ അല്പം മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ. ഓ, കഥ റെഡി ആയിട്ടില്ലെന്നേ. തുടങ്ങണം. തട്ടിക്കൂട്ട് പരിപാടി മേലെ പെണ്ണുമ്പിള്ളയുടെ ആഭരണം 2.5 കോടിയാ പോയത്. താൻ വേറെ വല്ലതും പറ. മധു, നീ എവിടാ? പുറത്താന്നോ? സാർ ഓർഡർ തന്നത് വേണ്ടേ? എന്റെ ബില്ലല്ലേ താൻ അടിച്ചോ. എന്ത് പറ്റി സാർ? ഇനി ഇവിടെ എന്നാ കൂടുതൽ വല്ലതും പറ്റും. നമസ്കാരം. ഞങ്ങൾ വരുന്ന ന്യൂസ് കിട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? രാമേശ്വരത്ത് പോയാലും ശനീശ്വരൻ കൂടെ വരുമെന്ന് കേട്ടിട്ടില്ലേ? എടാ മധുവേ, പോലീസിനെ വിളിക്കടാ. എനിക്കിവിടെ മനസ്സമാനോട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഇതാണല്ലോ പ്രൊഡ്യൂസർ. ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസറെ കാണുന്നു. ഞാൻ വിചാരിച്ചു പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ഇതിപ്പോ നമ്മളൊക്കെ പോലെ അല്ലയോ? സംസാരിക്കണമെന്നറിയോ? ആണ് താനെത്ര ചൂടാവുന്നത്? പ്രിയനോട് കളിക്കരുത് കേട്ടോ. ഇയാളെത്ര ചൂടാവുന്നത്? ഇത് സാറിന്റെ അർത്ഥം അല്ലയോ? എല്ലാ എർത്തുകളും ഇങ്ങനെ ഏമാനേക്കാളും വലിയ പുള്ളികളാന്നാ വിചാരം. ഏമാൻ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ആദ്യം വലിയ ഈ എർത്തായിരിക്കും കേട്ടോ.
എന്റെ കഞ്ഞി പാറ്റിയിട്ടരുത്, മിണ്ടായിരിക്കും. അയ്യോ സാറേ ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും മുന്നേ വെച്ച് ഇയാൾ എന്നെ കൊച്ചാക്കിയപ്പോൾ സാർ നിൽക്കുന്നത് നോക്കാതെ ക്ഷമിക്കണം കേട്ടോ സാറേ. ആരാ ഇയാള്? എനിക്ക് വേണ്ടി കഥ പറയാൻ വന്നാളാ. അല്ല അതിപ്പോ ഞങ്ങള് ഒരു കഥ കേൾക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ല, നമുക്ക് കേട്ടേക്കല്ലേ. പറയാൻ പോകുന്ന ഈ കഥയുടെ ആശയം ഒറ്റ വാക്കി പറയാവോ? അച്ചായ അത് വിജനമായ പാതയിലൂടെ ഒരു ഏകാന്ത പതികൻ വെയിലത്ത് വരുന്നു എന്ന മട്ടിലാണെങ്കിൽ അതിന് സമയം കളയണമെന്നില്ല. സാറേ കഥ പറയാനെന്ന് എനിക്കറിയില്ല, എന്നാലും ഒറ്റ വാക്കി പറഞ്ഞാ ജയിക്കാൻ തീരുമാനിച്ചവനെ തോപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഈ കഥ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? നമുക്ക് നായകന്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം അല്ലയോ? നമുക്ക് കുഞ്ഞുനാളിലെ അമ്മമാര് കഥയൊക്കെ പറഞ്ഞു തരത്തില്ലയോ? ഒരു രാജാവ്, 3 മക്കള്, അവരുടെ ബാല്യമൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ നായകന്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അങ്ങനെ ഒരു തുടക്കം നന്നായേക്കും. പിന്നീട് ശക്തനാകുന്ന ഒരാളുടെ ബാല്യമോ സാറേ, അതൊരല്പം ദുഃഖത്തിലൂടെയൊക്കെ അങ്ങ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതങ്ങ് ഇഷ്ടമാവും. അതാണല്ലോ അതിൻ്റെ. കഷ്ടപ്പെട്ട് വലുതാകുമ്പോഴാണ് യഥാർത്ഥ കരുത്ത് കിട്ടുന്നത്. നായകന്റെ പേര് നമുക്ക് നന്ദു എന്ന് വിളിക്കാം സാറേ. അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. പിന്നെ അവൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ചെറുപ്പം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു. ഒരു തടിമില്ലില്ല അവൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത്. തടിമില്ലിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് നന്ദു പഠിച്ചിരുന്നതേ. അപ്പോൾ ഉച്ചയൂണാകുമ്പോഴത്തേക്കും നന്ദു അച്ഛൻ്റെ അടുത്തേക്ക് വരും. അച്ഛനാ ചോറൊക്കെ കൊടുത്തിരുന്നതേ. ഒരുപാട് തമാശയൊക്കെ പറയും, പക്ഷെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയല്ല. അച്ഛൻ മാറിയിരുന്ന് കഴിക്കത്തുള്ളൂ. ഒരു ദിവസം നന്ദു ഉച്ചയൂണ് സമയത്ത് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ചോറ് പാത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ എത്തിപ്പെട്ടു. അവൻ്റെ കൈ തട്ടി അറിയാതെ ഒരു ദിവസം ചോറ് പാത്രം താഴേക്ക് വീണു. ആ സമയത്താ അവന് മനസ്സിലായത് അച്ഛൻ്റെ പാത്രം കാലിയായിരുന്നു. അപ്പോഴവൻ തിരിച്ചറിഞ്ഞതേ അച്ഛൻ പട്ടിണി കിടന്ന അവൻ ഇത്ര നാൾ ഊട്ടിയിരുന്നിരുന്നു. അവിടുന്ന് സിനിമ തുടങ്ങുമ്പോൾ സാറിൻ്റെയും ഈ സാറിൻ്റെയൊക്കെ പേരെഴുതി കാണിക്കുന്നത്. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ തുടങ്ങും. അച്ചായ ഈ പോയിന്റിൽ നമ്മുടെ ടൈറ്റിൽ ആരംഭിക്കും. തുടക്കം എങ്ങനെയുണ്ട്? ഓഡിയൻസിന്റെ മനസ്സൊന്ന് വൈബ്രേറ്റ് ചെയ്യും. വൈശാഖൻ സാറിന് തന്നെ കേട്ടോ കഥ. ഞാനൊന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളൂ. ഈ ഭാഗം നമുക്ക് ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യാം. ഞാൻ ഫ്രാൻസ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാ. ഇങ്ങനെയൊക്കെ ഒരു പട്ടിണി ഉണ്ടോ? അതൊക്കെ എക്സാജറേഷൻ ആയി പോകത്തില്ലയോ? അയ്യോ അച്ചായൻ സാറേ, സാർ എൻ്റെ കൂടെ വന്ന 3 നേരം പട്ടിണി കിടക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കത്തുള്ളൂ, അതാ കുഴപ്പം. പക്ഷേ ഒരു കാര്യം, സംഗതി ഉഗ്രന 100 ദിവസം ഓടും. ത്രെഡ് അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്ക് അതെ അതെ ഒക്കെ ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്റർവെൽ വരെ പറയാം. ഈ കഥ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് നോക്കാം. ശരി അച്ചായ. കഥ പറഞ്ഞ് കുളമാക്കിയായിരുന്നു. കലക്കി മോനെ. നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക് വിട്. ഇന്ന് എന്റെ വക ചെലവാണ് പ്രിയ. അയ്യോ സാറേ ഞാനില്ല. ഇതിലിങ്ങോട്ട് വന്നപ്പോ തന്നെ ഇതിനകത്തുള്ള തണുപ്പ് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റിയല്ലായിരുന്നു. ഞാൻ നടന്നങ്ങ് പൊക്കോളന്നെ. അപ്പൊ പിന്നെ ബാക്കിയുള്ള കഥ അങ്ങ് ആലോചിക്കാമല്ലോ. എന്നാ പിന്നെ ഞാൻ നടക്കാം. സാറേ സാറ് വെയിൽ കൊള്ളാനൊന്നും പോവരുത്. AC അടിച്ചില്ലെങ്കിൽ ജലദോഷം വരുന്ന ശരീരപ്രകൃതമാണ് സാറിന്റെ. മാത്രമല്ല വെയിൽ നീ പോ. ടൈറ്റിലിന് ശേഷം നമുക്ക് നന്ദുവിന്റെ 2ാം ഘട്ടത്തിൽ തുടങ്ങാം അല്ലേ? ഈശ്വര, ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ? വൈശാഖ സാർ ജീവിതത്തിൽ ആദ്യമായി നടന്നു പോകുന്നു. ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരുമോ ആവോ. കള്ളപ്രിയ, സത്യം പറ, എന്നാ നീ ഇൻഡസ്ട്രിയിലായിരുന്നില്ലേ? ഇൻഡസ്ട്രിയോ? അതെന്നാ? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഓ, ഈ ത്രെഡ് നീ എങ്ങനെ ഡെവലപ്പ് ചെയ്തു? ത്രെഡോ? ഇതെന്നാ പറയുന്നേ? ഓ സൂപ്പർ. ഇതൊക്കെ സിനിമാ പദങ്ങളാണ്. ഈ അച്ഛനും മോനും സൈക്കിളിൽ പോകുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അത് നമുക്കൊരു ട്രാക്ക് ഇട്ട് പിടിക്കാം. റെയിൽവേ ട്രാക്കോ? ട്രാക്ക് ആൻഡ് ട്രോളി. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ടിഫിൻ ബോക്സ് തുറക്കുന്ന ഷോട്ടില്ലേ, അത് നമുക്ക് എന്താ പറയാ, ഒരു ക്രെയിൻ ഇട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം. എങ്ങനെ പിടിച്ചാലും സിനിമയെ കണ്ടാവും. രേവതി. ഇതെവിടെ പോയതാ? ഷോപ്പിങ്ങിന് പോയതാ. ആണോ? അതെ, പിന്നെ നമ്മുടെ അച്ചായൻ സാറിന് കഥ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പ്രിയൻ പറഞ്ഞു. പൂനെന്ന് പഠിച്ചിറങ്ങിയതല്ല ഞാൻ. അല്ല,
രേവതി എന്തിനാ പഠിക്കുന്നു പറഞ്ഞില്ല? MSc ക്കാ. MK ഗ്രൂപ്പിന്റെ MDയുടെ മോളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ബൈ ദ ബൈ, അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്ത് എവിടേക്കാണ് ബിസിനസ് ഉള്ളത്? ശ്രീലങ്കയിലും ദുബായിലും. ഹലോ, ഞാൻ ഈ കുട്ടിയോടാണ് സംസാരിക്കുന്നത്. എന്ത് ചോദിച്ചാലും താൻ എന്തിനാണോ മറുപടി പറയുന്നത്? അത് മീര എന്നെ പോലെ തന്നെ. സാറ് ചൂടാന്നിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആള് ഭയങ്കര ശുദ്ധനാ. ആര് പറഞ്ഞു ഞാൻ ശുദ്ധനാണെന്ന്? ആര് പറഞ്ഞു? ഞാൻ ചൂടനാ, മഹാചൂടനാ. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ സാർ എത്രമാത്രം ശുദ്ധനാന്ന്. സാറ് ചൂടാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങ് ചിരി വരുന്നേ. എന്നാ പിന്നെ ഇവരങ്ങ് പൊക്കോട്ടില്ലയോ? അല്ല, എന്താ ഇത്ര ധൃതി? അല്ല അവര് വീട്ടിലൊക്കെ അന്വേഷിക്കുന്നേ. ഓ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. എന്നാ പൊക്കോ. ആ, എന്താ ടേസ്റ്റ്? എന്ത് ഫുഡാ ഇത്? സാറേ ഇതിന്റെ പേരാ കാച്ചില്. ഐ, സാറിന്റെ വീടിന്റെ മുന്നേ കുറെ കൂട്ടിയിട്ടുണ്ടല്ലോ, അത് തന്നെ സാധനം. മൈ ഗോഡ്, ആ സാധനമായിരുന്നു ഇത്? ആ. എനിക്ക് മനസ്സിലായില്ല. അമ്മ ഇത് കുറെ ഉണ്ടെന്നേ, വീട്ടിൽ കൂട്ടിയിട്ട് നോക്കാൻ അവിടെ നേരം. ആഹാ, അപ്പൊ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ? അച്ഛന് കുടുംബപരമായി കിട്ടിയ ഭൂമിയാ. സിറ്റിയിലാണെങ്കിലും അച്ഛൻ ഒരു കൃഷിക്കാരനെ പോലെ ജീവിച്ചത്. ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയായിപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ ജോലി എനിക്കിപ്പോ കിട്ടിയത്. അപ്പോ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം എവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. മേ ബി. ഏതായാലും ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവനെ കൊണ്ട് നമുക്കൊന്ന് പെണ്ണ് കെട്ടിക്കണം. അതൊന്നും അമ്മ വിഷമിക്കണ്ട, അതൊക്കെ അവൻ കണ്ടു ഏയ്, വെച്ചിട്ടുണ്ട്. അമ്മ, ആണോടാ? ഏയ്, എടാ, ഏയ്, എന്നാ ആ. പണി കാണിച്ചേ? ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. അമ്മ ഇത് എന്നാ പറയണ്ടേ, അതൊരു പാവം പിടിച്ച കൊച്ചാന്നേ. ഒറ്റപ്പാലത്താ വീട്. ഞാൻ താമസിക്കുന്ന ലോഡ്ജില്ലയോ, അതിന്റെ നേരെ മുന്നിൽ ഒരു യമണ്ടം വീടുണ്ട്. അവിടെ ജോലിക്ക് നിൽക്കുന്ന കൊച്ചാ. അതിന് സ്വന്തക്കാരെന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. അത് അമ്മ തന്നെ വേണമെന്ന് ചെന്ന് സംസാരിക്കാം. അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ വിടുന്നില്ല, ഞാനും കൂടെ പോകുന്നുണ്ട്. എന്നാ പിന്നെ വൈകിക്കണ്ട, അതെ. നാളെ തന്നെ നമുക്ക് പോയി. ഓക്കേ. നാളെ നടക്കുക. എന്ത് പറ്റി? അച്ഛൻ സാറിന് കഥ പറഞ്ഞ് കേൾപ്പിക്കണ്ട. അയ്യോ, സാർ ഇന്ന് തന്നെ ഇരുന്ന് ആ മുഴുവൻ കഥ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഉണ്ടാക്കണം, ആ. ഉണ്ടാക്കണം.